നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾ ചിലവിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിവുകൾ കുറവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിലും നിയന്ത്രണം പാലിക്കേണ്ടതാണ്. സ്നേഹിച്ച് പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കൾ ആകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. സമ്പാദ്യത്തിൻ്റെ നിർവചനം പണം കൊണ്ട് മാത്രം നിർണ്ണയിക്കപ്പെടുന്നില്ല. അനുഭവം, ബന്ധം, സ്നേഹം, ബഹുമാനം, പാഠങ്ങൾ എല്ലാം സമ്പാദ്യത്തിൻ്റെ രൂപങ്ങളാണ്. ജീവിതം എന്നാൽ ഒരു തുറന്ന പുസ്തകമാണ്. വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ആയിരിക്കും ആ പുസ്തകത്തിൻ്റെ സാരാംശം. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ഒരു വ്യക്തിയോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്ന് അർത്ഥമില്ല. ക്ഷമിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഓർത്തു വയ്ക്കുക എന്നത് നമ്മുടെ മുൻകരുതലും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത്. നമ്മളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങിത്തിരിച്ചവർ നിശബ്ദരാകും. സ്വയം തോൽക്കാതിരുന്നാൽ മതി. അവസാനിപ്പിക്കാൻ വളരെ വേഗം കഴിയുന്നതും തിരിച്ചു കിട്ടാൻ അതിലേറെ പ്രയാസമുള്ളതുമായ ഒന്നാണ് ബന്ധങ്ങൾ. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചില വ്യക്തികളോട് പറയുന്നത് അയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അയാൾക്ക് നമ്മളെ മറ്റാരേക്കാളും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. നിങ്ങൾ പൂർണ്ണമായും തകർന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ കഴിയുമെങ്കിൽ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി ആഗ്രഹിച്ച് അത് നേടിയെടുക്കുക. ഇതൊന്നും സ്വയമല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കുക. ഏത് സാഹചര്യത്തിലായാലും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാൻ മനസ്സിനെ അനുവദിക്കരുത്. അധ്വാനിക്കുന്നവന് ദാരിദ്ര്യവും മൗനം പാലിക്കുന്നവന് കലഹവും ജാഗ്രതയുള്ളവന് അപകടവും വന്നു ചേരില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് സ്നേഹമോ ബഹുമാനമോ വഞ്ചനയോ എന്തു തന്നെ ആയാലും. ജീവിതം എന്നത് സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. രണ്ട് കാര്യങ്ങൾക്ക് ആരെയും നിർബന്ധിക്കരുത്. ഒന്ന് സ്നേഹവും മറ്റൊന്ന് ആരാധനയുമാണ്. രണ്ടും ഹൃദയത്തിൽ നിന്ന് ഉള്ളതാണ്. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. പലരും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്.